ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. വെറും 5 മിനിറ്റ് മതിയിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സമൂസ ഷീറ്റൊക്കെ അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്, നല്ല മുട്ട പപ്സും ലൈം ജ്യൂസും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ മുട്ട പപ്സിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കും. നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ 2 3 ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളി നല്ല വഴറ്റിയെടുക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കും. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചായ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൊടി തന്നെയാണ്, പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ കാശ്മീരി മുളക് ഉണക്കി പൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം കളറൊന്നുമില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മല്ലിപ്പൊടിയോ പിന്നെ ചിക്കൻ മസാലപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയും മസാല മാത്രം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല, ഇത്രയും മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ ഒരു ഫില്ലിങ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മുട്ട പപ്സിൻ്റെ ഉള്ളിൽ നല്ല കുഴമ്പ് രൂപത്തിലുള്ള ഒരു മസാല ഫില്ലിങ്ങെല്ലാം ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 2 സ്പൂൺ മാത്രം ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മുട്ട ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതൊന്ന് വേവിച്ചിട്ട് 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സമൂസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ സമൂസ ഷീറ്റാണ് എടുക്കുന്നത്. സമൂസ ഷീറ്റ് ഞാൻ ഇതുപോലെ ക്രോസ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഒരു മസാല വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചുള്ള ഒരു മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നുകൊണ്ട് പരത്തി കൊടുക്കാം. ഇനി മസാലയുടെ മേലായിട്ട് നമുക്ക് ഒരു പുഴുങ്ങി വെച്ചുള്ള ഒരു മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ സമൂസ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു മൈദ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ആയിട്ട് തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും. നമ്മൾ ഈ ഒരു ഇതിൻ്റെ മീതെ മൈദയുടെ ഒരു പേസ്റ്റൊക്കെ തേച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും. ഫില്ലിംഗ് ഒന്ന് പുറത്തേക്ക് പോവാത്ത രീതിയിൽ തന്നെ ഒന്ന് നമ്മളതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബോക്സ് രൂപത്തിൽ തന്നെ നമ്മളത് മടക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോക്സ് രൂപത്തിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒരു ബോക്സ് രൂപത്തിൽ തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പരന്ന പാനൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമുക്ക് 2 3 ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഭാഗവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. നല്ല അടിപൊളി ഒരു ഫീലിംഗൊക്കെ ആയിട്ടുള്ളൊരു പപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്തി എടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സർ ജാറിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അടിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് എത്രയും വെള്ളം വേണ്ട അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് അരിപ്പയിലൊന്ന് അരിച്ചെടുത്താൽ മതി. അങ്ങനത്തെ നമ്മുടെ ലെമൺ ജ്യൂസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ നമ്മുടെ ഈ ഒരു പപ്സും ലെമൺ ജ്യൂസും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതിട്ട്. അപ്പോൾ നല്ലൊരു പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും ബൈ.